കൊല്ലപ്പെട്ട 4 വയസ്സുകാരിയുടെ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ്. അമ്മയ്ക്ക് ആത്മവിശ്വാസക്കുറവ് ഉണ്ട്. മക്കളുടെ കാര്യം പോലും നോക്കാൻ പ്രാപ്തിക്കുറവ് ഉണ്ട്. രാഗിൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാഗിൻ, അങ്ങനെ മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണല്ലോ പോലീസ് പറയുന്നത്. ഈ മാനസിക നിലയെപ്പറ്റി പോലീസ് പറയുന്നത് എന്താണ്? ചങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഇതിൽ നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്വേഷിച്ച ഘട്ടത്തിലൊക്കെ തന്നെ നേരത്തെ കേട്ടിരുന്നതാണ് അമ്മയ്ക്ക് ചില മാനസിക വെല്ലുവിളികൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ചില ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു, ഭർത്തൃ വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, ഇതടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിച്ചു. അപ്പോൾ പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള ഒരു മാനസിക വെല്ലുവിളി അല്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ അമ്മയ്ക്ക് കാര്യമായി ഒന്നും തന്നെ ഇല്ല എന്നതാണ് അവർ പറയുന്നത്. മാത്രമല്ല ഈ ചില പ്രാപ്തിക്കുറവ് അവർക്കുണ്ട്, ആത്മവിശ്വാസക്കുറവുണ്ട്, ചില നിസ്സംഗഭാവം ഒക്കെ ഉണ്ട്. അല്ലാതെ വലിയ ഇത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ് അവർ പറയുന്നത്. പ്രാപ്തിക്കുറവും ആത്മവിശ്വാസക്കുറവ് എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് പോലെ ഇവർക്ക് പ്രായത്തിനനുസരിച്ചുള്ള ബുദ്ധി വളർച്ചയില്ല എന്ന ആ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നല്ലോ, അതുമായി ബന്ധപ്പെട്ടാണോ? അതായത് പോലീസ് പറയുന്നത് നേരത്തെ മുന്നോട്ട് വെച്ചിരുന്ന അല്ലെങ്കിൽ ഉയർന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മാനസിക വിഷയങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ അടക്കമുണ്ട്, അതടക്കമുള്ള കാര്യങ്ങളാണ് ഇതിലേക്ക് നയിച്ചത്. പിന്നെ കുടുംബ പ്രശ്നങ്ങളുണ്ട് എന്നാണ്. പക്ഷേ പോലീസ് ചോദ്യം ചെയ്യലിൽ പറയുന്നത് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളില്ല എന്നാണ്. അല്ലാതെ ചില ചെറിയ തരത്തിലുള്ള ഈ ആത്മവിശ്വാസക്കുറവ്, ഓരോ വ്യക്തികൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, ചില ആളുകൾക്ക് അത്തരത്തിലുള്ള ചില ന്യൂനതകൾ അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളുണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില്ലറ പ്രശ്നങ്ങൾ മാത്രമാണ് അവർക്കുള്ളത്. അല്ലാതെ വലിയ മാനസിക പ്രശ്നങ്ങളോ മറ്റു തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഈ കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ സാഹചര്യം സഹോദരൻ, പിതാവിൻ്റെ സഹോദരൻ മുതലാക്കുകയായിരുന്നു. അത് മുതലെടുത്തുകൊണ്ടാണ് ഇയാൾ ഈ ക്രൂരതകളൊക്കെ നടത്തിയിരിക്കുന്നതെന്നാണ് പോലീസിന് വ്യക്തമായിരിക്കുന്നത്. മാത്രമല്ല അമ്മ നേരത്തെ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരം ചില കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ അതും പോലീസ് ഇപ്പോൾ തള്ളുകയാണ്. ആ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു അവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ കൊലപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല വീട്ടിൽ നിന്നുള്ള ഒറ്റപ്പെടൽ വലുതായിരുന്നു. ഭർത്തൃ വീട്ടുകാർ അടക്കം ഒറ്റപ്പെടുത്തി, കുട്ടികളെ പോലും ഇവരിൽ നിന്ന് അകറ്റാൻ ശ്രമിച്ചു. ഇതടക്കമുള്ള കാര്യങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പോലീസ് അത് തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു തരത്തിലും കൊലപ്പെടുത്താനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണോ പോലീസ് പറയുന്നത്? അതിനുള്ള യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും തരത്തിലുള്ള നീക്കം നടന്നിരുന്നു എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയില്ല. മാത്രമല്ല ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ദീർഘനാളായിട്ടുള്ള ആസൂത്രണം, ഗൂഢാലോചന, അതൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ഘടകങ്ങളായി വരിക. അത്തരം സംബന്ധിച്ചുള്ള യാതൊരുവിധ തെളിവുകളും ലഭിച്ചിട്ടില്ല. മറിച്ച് ഉണ്ടായത് ഇതാണ്, അവർക്ക് ആ വീട്ടിൽ നിന്ന് വലിയ ഒറ്റപ്പെടൽ നേരിട്ടു. അവരെ ഇത്തരത്തിൽ ഒരു വലിയ മാനസിക രോഗിയാക്കി മുദ്രകുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരുന്നു. അത് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ആ ഒറ്റപ്പെടലാണ്, ആ ഏകാന്തതയാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. ഈ കുട്ടികൾ പോലും ഇവരിൽ നിന്ന് അകന്നു നിൽക്കുകയായിരുന്നു, അല്ലെങ്കിൽ അകറ്റാൻ വേണ്ടി അടക്കം ശ്രമിച്ചിരുന്നു. ഇതൊക്കെയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നതാണ് പോലീസ് സംഘം പറയുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് അത്തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊന്നും അവർക്കില്ല എന്നതാണ്. നേരത്തെ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആ വിഷയങ്ങളാണ് ഇപ്പോൾ പോലീസ് സംഘം ക്ലിയർ ചെയ്ത് നമ്മളോട് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ആത്മവിശ്വാസക്കുറവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ ഒറ്റപ്പെടലിനെയൊക്കെ പശ്ചാത്തലത്തിൽ അവർക്കുണ്ടായിരുന്നു. ചില പ്രാപ്തിക്കുറവൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ വലിയ മാനസിക പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് സംഘം ഇപ്പോൾ വിശദീകരിക്കുന്നത്. 5 ദിവസം ഇവരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഈ നേരത്തെ ഈ പുത്തൻകുരിശ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോക്സോ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട കസ്റ്റഡിയിലെടുത്ത ഘട്ടത്തിൽ അവരോട് ചോദിക്കും. എന്തായാലും ഇപ്പോൾ ഈ ചങ്ങമനാട് പോലീസ് സ്റ്റേഷനിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10:30 ഈ കൊലപ്പെടുത്തിയ സ്ഥലത്ത്, ഇവിടെ നിന്ന് തൊട്ടടുത്താണ് മൂഴിക്കുളം പാലത്തിന് മുകളിൽ നിന്നാണ് താഴേക്കിട്ടത്. ആ സ്ഥലത്തെത്തിച്ച് ഇവരെ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടത്തും.